ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉഷാ ഗാർഡൻ വില്ലയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഏതൊക്കെ എടുത്തിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്ന് ചെത്തിയിട്ട് ഒരു പോന്ത് ഇങ്ങനെ പോന്തിയിട്ട് നമുക്ക് എളുപ്പം തൊലി കളയാം. ഇങ്ങനെ കളഞ്ഞിട്ട് നമുക്ക് ഇത് കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഇതാക്കണം. ഇത് ഏത്തക്കയുടെ അപ്പുറം ഇപ്പുറം ചെത്തിക്കളഞ്ഞ ശേഷം ഞാൻ മെഷീനിലൊന്നും കളഞ്ഞ് നമുക്ക് വീട്ടിൽ കഴിക്കാനുള്ളതില്ലേ, നമുക്ക് പിച്ചാത്തി കൊണ്ട് കനം കുറച്ചങ്ങ് അരിഞ്ഞാൽ മതി. മെഷീനിൽ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ നമുക്ക് വീട്ടിൽ കഴിക്കാൻ നമുക്ക് കടകളിലെല്ലാം മെഷീനിലാണ് എടുക്കുന്നത്. മെഷീൻ ഉണ്ട്, പക്ഷേ നമുക്ക് ഇച്ചിരൂടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് പിച്ചാത്തിക്ക് അരിഞ്ഞ് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഏത്തക്കയല്ല അരിഞ്ഞു കഴിഞ്ഞു. നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണയ്ക്കകത്തിലാണ് നമ്മൾ ഈ ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അടുപ്പിലാണ് ചിപ്സ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചീനച്ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഈ അരിഞ്ഞ ഏത്തക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത്തക്ക ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കരുത്. ഇനി ഇത് ഒരു പരുവം മൂത്ത് വരുന്ന പരുവാകുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടിപ്പോവും. നമുക്ക് ചിപ്സിന്റെ ഏത്തക്ക എല്ലാം എണ്ണയിലിട്ട് ഇനി നമ്മൾ ഇപ്പം തവി കൊണ്ട് ഇളക്കരുത്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടെല്ലാം വെള്ളം പറ്റി മൂത്ത് വരുന്ന പരുവാകുമ്പോഴേ നമ്മൾ ഇളക്കണം. ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ചിപ്സ് എല്ലാം മൂത്ത് നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മണ്ണപ്പക്കകത്തോട്ട് കോരാം. പണ്ട് നമ്മൾ കൊതുമ്പൊക്കെ വെച്ചല്ലേ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത്, അതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഗ്യാസിലൊന്നും അല്ല ഉണ്ടാക്കിയത്, നമ്മുടെ അടുപ്പിലാണ് ഉണ്ടാക്കിയത്. കൊതുമ്പ് വെച്ചു. പണ്ട് നമ്മൾ ഓണത്തിനൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്നത് കൊതുമ്പ് വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. അതേപോലെ അപ്പം നമ്മുടെ ചിപ്സ് എല്ലാം റെഡിയായി. ഇതുപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കി ചിപ്സ് കഴിക്കുന്നതല്ലേ നല്ല. കടകളിലൊന്നും മേടിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അതാ ഏറ്റവും നല്ലത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോ എത്തണം വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.